ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനലിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് എല്ലാ കറികൾക്കും ചേർക്കാൻ പറ്റിയ ഒരു മീറ്റ് മസാല പൗഡർ റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ വീഡിയോ പോകുന്നതിന് നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരുടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മാത്രമാണ് ഞാൻ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കാം. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു അര കപ്പ് മല്ലി ഇട്ട് കൊടുത്തത്. മല്ലി നമ്മൾ ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ചൂടാക്കി കഴിയുന്നവരെ നമ്മൾ ഫ്ലെയിം ലോയിൽ തന്നെ ഇട്ടിട്ട് ഇങ്ങനെ ചെയ്യാൻ നോക്കുക കേട്ടോ, അല്ലെങ്കിൽ അതെല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോകും. ഈ മല്ലിന്ന് ചെറുതായിട്ട് ചൂടായെന്ന് വരണം. ചെറുതായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ചേർക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ കുരുമുളകാണ് കേട്ടോ. ഇനി നമുക്ക് ചേർക്കേണ്ടത് ഒരു 3 ടേബിൾ സ്പൂണ് പെരിഞ്ജീരകം, അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇട്ട് കൊടുക്കുന്നതെല്ലാം കഴുകി ഡ്രൈ ആക്കിയതിന് ശേഷം ആണ് ഇട്ട് കൊടുക്കാൻ. ഇപ്പോൾ ഇതാ 3 ടേബിൾ സ്പൂണ് പെരിഞ്ജീരകം ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഒരു 4 ഉണക്കമുളകാണ്. അതും ഇതുപോലെ തന്നെ കഴുകി ഡ്രൈ ആക്കിയതിന് ശേഷം അല്ലെങ്കിൽ തുടച്ചെടുക്കുക, അല്ലെങ്കിൽ ഉണക്കെടുക്കാൻ പറ്റുക അങ്ങനെ ചെയ്യുക. എന്നിട്ട് അതിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അതൊന്ന് ചെറുതായിട്ട് അതൊന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. അതൊന്ന് ചൂടായതിനു ശേഷം നമുക്ക് വേണ്ടത് ഒരു പിടി കറിവേപ്പിലുണ്ട്. കറിവേപ്പില ചേർക്കുമ്പോൾ നമ്മൾ വെള്ളമില്ലാതെ ഒന്ന് നനവില്ലാതെയാണ് ഇടാൻ. അതിനുശേഷം ഒരു ടേബിൾ സ്പൂണോളം ഏലക്കയാണ് ഇട്ട് കൊടുത്തത്. ഏലക്ക ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് 2 സ്റ്റാറാണ് ഇട്ട് കൊടുത്തത്, അതായത് തക്കോലം എന്ന് പറയില്ലേ, അതാണ് ഇട്ട് കൊടുത്തത്. ഇനി നമുക്ക് വേണ്ടത് ഒരു ജാതിപത്രികയാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. ഇനി നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ 2 പീസ് പട്ട, പീസ് ഞാൻ പൊട്ടിച്ചതാണ്. 2 പീസ് പട്ട ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമുക്ക് വേണ്ടത് ജാതിക്കയുടെ ചെറിയൊരു പീസ് മതി കേട്ടോ, കൂടി പോകണ്ട. ഒക്കെ ഇതേ അളവിനാണ് ഇട്ട് കൊടുക്കുക. കൂടുതലായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ആകെ മാറും, ഒരു കുത്തലെടുക്കും. അപ്പോൾ അതുകൊണ്ട് ഈ അളവിനാണ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു സ്പൂൺ ഗ്രാമ്പു ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 2 ബേ ലീഫാണ് കേട്ടോ ഇനി വേണ്ടത്. അത് നമുക്ക് ഇതുപോലെ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അതുകൂടെ ഒന്ന് പിച്ചിട്ടാൽ മതി. അതിനുശേഷം നമുക്ക് വേണ്ടത് ഒരു 12 കാഷ്യൂനട്ട് കേട്ടോ, അതാണ് സ്പെഷ്യലായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. അതിട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റുമാണ്, അതുപോലെ തന്നെ ഒരു തിക്നെസ്സും കിട്ടും കേട്ടോ കാഷ്യൂനട്ട് ചേർക്കുമ്പോൾ. ഇനി നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കണം. പറഞ്ഞാൽ അതിൻ്റെ പരിവം പറഞ്ഞാൽ നമുക്ക് ആ ഇലകളൊക്കെ നമ്മൾ കൈ കൊണ്ട് തൊടുമ്പോൾ തന്നെ പൊട്ടുന്ന രീതിയിലാവണം. ഇതുപോലെ മീറ്റ് മസാല ഒക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ കറികൾക്കും, മീൻ കറി ഒഴികെ എല്ലാ കറികൾക്കും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഈ മീറ്റ് മസാല ചേർക്കുമ്പോൾ നമ്മൾ വേറെ ഗരം മസാല ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ഈ ഒരു മീറ്റ് മസാല മാത്രം മതി കേട്ടോ. അപ്പോൾ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. അതുപോലെ അയലത്തെ കറിവേപ്പില ഒക്കെ എടുത്ത് നോക്കുമ്പോൾ അങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ അങ്ങനെ പൊടിഞ്ഞു പോകും. ആ വലിപ്പം വേണ്ട നമുക്ക് ഇട്ട് കൊടുക്കാൻ. കറിവേപ്പില എത്ര ആഡ് ചെയ്യുന്നോ കൂടുതൽ അത്രയും നല്ലതാണ് കേട്ടോ. നമ്മുടെ ഹെൽത്തിനാണെങ്കിലും ഹെയറിനും ഒക്കെ നല്ലതാണ് കറിവേപ്പില. ഇതാകുമ്പോൾ നമ്മൾ ഫുഡിൽ കൂടെ കഴിക്കും കൂടി ചെയ്യും. അത് കറിവേപ്പില കഴിക്കുന്നത് ഹെൽത്തിന് നല്ല ഗുണം ചെയ്യണതാണ് കേട്ടോ. വറുത്തെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഫ്ലെയിം മീഡിയത്തിലോ അല്ലെങ്കിൽ ലോയിലോ ഇട്ടിട്ട് വേണം ചെയ്യാനും. ഒരിക്കലും ഹൈയിലിട്ടിട്ട് നമ്മൾ വറുത്തെടുക്കരുത്. ഇതിന് വറക്കുമ്പോൾ ഒരു സ്റ്റേജ് ഉണ്ട്, അതിൽ കൂടുതൽ ഓവറായിട്ട് വറുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് ആകെ മാറിപ്പോവും ഈ മീറ്റ് മസാലയുടെ. നമ്മുടെ സ്പൈസസൊക്കെ നമ്മൾ വറുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബൗൾ നമ്മളിത് ചൂടായി കിടക്കുന്ന പാത്രമില്ല, അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിൽ നിന്ന് ചൂടാറിയതിന് ശേഷം മാത്രം വേണം നമ്മൾ ഇത് പൊടിച്ചെടുക്കാൻ കേട്ടോ. ഇതിപ്പോൾ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഒന്ന് നേരത്തെ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഒന്ന് ചൂടാറിന് ശേഷം നമുക്ക് ജാറിലിട്ടിട്ട് നമുക്ക് നല്ല ഫൈൻ പൗഡർ ആക്കിയിട്ട് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ചൂടാറിയതിന് ശേഷം ജാറിലിട്ടിട്ട് അടിച്ചെടുക്കാൻ പോവാണ്. ഇതെല്ലാം ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ അടിക്കുന്നതിന് മുന്നേ നമ്മൾ 1 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാനത് മറന്ന് ഒന്നടിച്ചതിന് ശേഷം എനിക്ക് ഓർമ്മ വന്നത്. അപ്പോൾ ഞാൻ 1 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ സ്പൈസസ് ഇട്ട് കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുത്തിട്ട് പൊടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇട്ട് കൊടുക്കാൻ മറന്നു പോയതാട്ടോ. അപ്പോൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി നന്നായിട്ട് ഫൈൻ പൗഡറായിട്ട് അടിച്ച് കൊടുത്തിട്ട് നമ്മളിത് വറക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു സ്മെല്ലാണ് വരിക. പൊടിച്ചിട്ടും കൂടി ഉണ്ടെങ്കിൽ പൊടിച്ച് കഴിഞ്ഞാൽ അതിലേറെ സ്മെല്ലാണ് ഉണ്ടാവും. നമ്മളൊരു ബീഫ് കറിയും ചിക്കൻ കറിയും വെച്ച ഒരു മണം തന്നെ നമുക്ക് കിട്ടും. ഇത് പൊടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കത് ആ പ്ലേറ്റിലേക്ക് തന്നെ മാറ്റി കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ഫുൾ ചൂട് പോയതിന് ശേഷം മാത്രം നല്ല ഡ്രൈ ആയ ബോട്ടിലേക്ക് മാറ്റി കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ മിക്സി അടിക്കുമ്പോൾ ആ മിക്സിയുടെ ജാറിലും തരി വെള്ളം ഉണ്ടാവാൻ പാടില്ല, ഡ്രൈ ആയിട്ടുള്ളത് തന്നെ എടുക്കണം കേട്ടോ. അതിൽ ഉപയോഗിക്കുന്നതൊക്കെ ഡ്രൈ ആയിട്ട് തന്നെ എടുക്കുക. വെള്ളം നനവുണ്ടെങ്കിൽ പൊടി പെട്ടെന്ന് നാശമായി പോകും, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കുക. അപ്പോൾ അത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.